ദക്ഷിണ കൊറിയൻ ആക്ടിംഗ് പ്രസിഡന്റിനെതിരായ അവിശ്വാസം പാസായി. ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ ഹൺ ഡെക് സൂ ആണ് അവിശ്വാസത്തിലൂടെ പുറത്തായത്. 300 അംഗ സഭയിൽ 192 വോട്ടോടെ അവിശ്വാസ പ്രമേയം പാസായി. മുൻ പ്രസിഡന്റ് യൂൺ സുക് യൂളിനെ പുറത്താക്കൽ നടപടി പരിശോധിക്കുന്ന ഭരണഘടനാ കോടതിയിൽ അഡീഷണൽ ജഡ്ജിയെ നിയമിക്കുന്നത് ഹൺ ഡെക് സൂ എതിർത്തിരുന്നു. തുടർന്നാണ് പ്രധാന പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടി അവിശ്വാസം കൊണ്ടുവന്നത്. ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഇപ്പോൾ അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി എന്ന് വേണമല്ലേ കൃത്യമായി പറയാൻ? തീർച്ചയായും ദേവിക, ഒരു രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ് ദക്ഷിണ കൊറിയയിൽ ഉരുണ്ടുകൂടുന്നത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഹൺ ഡെക് സൂവിന്റെ എതിരായ അവിശ്വാസ പ്രമേയം പാസ്സായതോടെ 15 ദിവസത്തിൽ താഴെ മാത്രം പ്രായമുള്ള ഒരു ആക്ടിംഗ് പ്രസിഡന്റ് വീണ്ടും സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ യോങ് സുക് യൂളിന്റെ ഇംപീച്ച്മെന്റ് മോഷൻ നടപടി വിജയിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ പ്രസിഡന്റിനെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരുന്നു. എന്നിട്ട് പ്രസിഡന്റിന്റെ സ്ഥാനത്തേക്ക് എത്തിയ ആക്ടിംഗ് പ്രസിഡന്റിന്റെ ചുമതല വഹിച്ച പ്രധാനമന്ത്രിയായ ഹൺ ഡെക് സൂവിന്റെ എതിരായ അവിശ്വാസ പ്രമേയമാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. 192 വോട്ടുകൾക്ക് അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ചെയ്തു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ രണ്ടാമതൊരു ആക്ടിംഗ് പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി കൂടി സ്ഥാനഭ്രഷ്ടനാക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. നേരത്തെ ദേവിക ചൂണ്ടിക്കാട്ടിയ വിഷയം തന്നെയാണ് അടിസ്ഥാനപരമായി പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുകയും ചെയ്തത്. യോൺ സുക് യൂളിന്റെ ഇംപീച്ച്മെന്റ് സംബന്ധിച്ച് നടപടികൾ പരിശോധിക്കുന്നതിനുള്ള ഭരണഘടനാ കോടതിയിലേക്ക് അഡീഷണൽ ജഡ്ജിനെ നിയമിക്കുന്നതിൽ ഹൺ ഡെക് സൂക്കിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടാവുകയും അത് നിരസിക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയത് തീർച്ചയായും അദ്ദേഹത്തെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് എന്നൊരു ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തത്. തുടർന്നാണ് അവിശ്വാസ പ്രമേയം പാസ്സാവുകയും ചെയ്തത്. മറ്റൊരു പ്രധാന വിഷയം കൂടിയുള്ളത്, നേരത്തെ യോൺ സുക് യൂൾ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ നിയമവിരുദ്ധമെന്ന് പാർലമെന്റ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് അദ്ദേഹത്തിന് പിന്തുണ നൽകിയത് നിലവിലെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിരുന്നു എന്ന ഒരു വിവാദപരമായ കണ്ടെത്തലുകളും പുറത്തേക്ക് വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലെല്ലാം കൂടിയാണ് ശക്തമായൊരു നടപടിക്ക് നാഷണൽ അസംബ്ലി നീങ്ങുകയും ഈ ആക്ടിംഗ് പ്രസിഡന്റിനെ ഒഴിവാക്കുകയും ചെയ്തത്. ദേവിക. ശരി ഐസൻ.